നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ വിശദമായി. PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ശബരിമല ഇരുമുടിക്കെട്ടിൽ ചന്ദനത്തിരി, കർപ്പൂരം, പനിനീർ എന്നിവ ഒഴിവാക്കണമെന്ന ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം സ്വാഗതം ചെയ്ത അയ്യപ്പ ഭക്തർ. ഇന്നേ വരെ ഉണ്ടാകാത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പാലക്കാട്ട് പാതിര റെയ്ഡ് നാടകമെന്ന് VD സതീശൻ. ആളുകളെ കൂട്ടി പോലീസ് റെയ്ഡ് കോൺഗ്രസ് അട്ടിമറിച്ചുവെന്നും അങ്ങേയറ്റം ദുരൂഹം, സംശയാസ്പദമാണെന്ന് മന്ത്രി MV രാജേഷ്. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കിടെ ബോധപൂർവം നാടകം കളിക്കുകയായിരുന്നെന്ന് TV രാജേഷ്. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഇന്നലെ രാത്രി പോലീസ് എത്തിയത് CPM നിർദ്ദേശപ്രകാരമാണെന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസിനായി കള്ളപ്പണം എത്തിയെന്ന് MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് ചേലക്കര പോലീസ് കേസെടുത്തത്. ഇന്നലെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലെത്തി അൻവറും പ്രവർത്തകരും ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഇന്നലെ രാവിലെ 9:30 അൻവറും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി NK സുധീറും സംഘം ചേർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ശബരിമല ഇരുമുടിക്കെട്ടിൽ ചന്ദനത്തിരി, കർപ്പൂരം, പനിനീർ എന്നിവ ഒഴിവാക്കണമെന്ന ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം സ്വാഗതം ചെയ്ത അയ്യപ്പ ഭക്തർ. ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ട് നിറച്ചു പോകുന്ന അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ടിൽ ചന്ദനത്തിരി, കർപ്പൂരം, പനിനീർ എന്നിവ ഒഴിവാക്കണമെന്ന ശബരിമല ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്ത് അയ്യപ്പ ഭക്തർ. ഇത്തരം വസ്തുക്കൾ ശബരിമലയിൽ ഉപയോഗിക്കുന്നില്ല. ശബരിമലയിൽ എത്തുന്ന ഭക്തർ കർപ്പൂരവും ചന്ദനത്തിരിയും കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. പനിനീരാകട്ടെ ഭക്തർ തന്നെ മറ്റു ഭക്തരെ തളിക്കുന്നതായി കാണാം. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1252 ക്ഷേത്രങ്ങളിലും കെട്ടുനിറയ്ക്കുമ്പോൾ തന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ ഗുരുസ്വാമികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷന്മാർ, കമ്മീഷണർമാർ, AOമാർ തുടങ്ങിയവരെയും തന്ത്രിയുടെ നിർദ്ദേശം അറിയിക്കും. ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിൽ മുൻകെട്ടിലായി ഭഗവാന് സമർപ്പിക്കാനുള്ള പൂജാ സാധനങ്ങളും നെയ്യ്, തേങ്ങ അടക്കമുള്ളവയും പിൻകെട്ടിൽ കുറച്ച് അരിയും മാത്രം കരുതിയാൽ മതിയെന്നാണ് തന്ത്രി നിർദ്ദേശിക്കുന്നത്. പണ്ടുകാലത്ത് കാൽനടയായി വന്നിരുന്ന ഭക്തർ വഴിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സാധനങ്ങൾ കെട്ടിൽ കരുതിയിരുന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്നേ വരെ ഉണ്ടാകാത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പാലക്കാട്ട് പാതിര റെയ്ഡ് നാടകമെന്ന് VD സതീശൻ. ഇന്നേ വരെ ഉണ്ടാകാത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പാലക്കാട്ടെ പാതിര റെയ്ഡ് നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടകര കുഴൽപ്പണക്കേസിൽ മുഖം നഷ്ടപ്പെട്ട CPM BJP പാർട്ടികൾ നടത്തിയ നാടകമാണിത്. കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഇതുവരെ ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇന്നലത്തെ പാലക്കാട്ടെ പാതിര നാടകത്തിന് ഉണ്ടായത്. CPM BJP നേതൃത്വങ്ങളുടെ അറിവോടെയും പിന്തുണയോടും കൂടിയാണ് ഇത് നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. കൊടകര കുഴൽപ്പണ കേസിൽ മുഖം നഷ്ടപ്പെട്ട BJPയും അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ നിന്ന CPM നേതൃത്വത്തിൻ്റെയും ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി തയ്യാറാക്കിയ ഈ പാതിര നാടകമാണ് അരങ്ങിൽ എത്തുന്നതിന് മുമ്പ് ദയനീയമായി പൊളിഞ്ഞുപോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെ പിന്തുണയോടെ പാലക്കാട് നിന്നുള്ള മന്ത്രി MV രാജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ CPM നേതാവും BJP നേതാക്കന്മാരുടെ അറിവോടുകൂടി നടത്തിയതാണ് ഇതിൻ്റെ തിരക്കഥ മുഴുവൻ. ഇതിൽ കുറച്ചാളുകൾ വാളയാറിലെ 9 വയസ്സും 13 വയസ്സുമായ പെൺകുട്ടികൾ ഒന്ന് കെട്ടിത്തൂക്കിയതിൻ്റെ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ട ആളുകൾ കൂടിയാണ്. നേരത്തെ ഇതുപോലത്തെ ഉപജാപത്തിൽ പങ്കെടുത്ത് പരിചയമുള്ള ആളുകൾ കൂടിയാണ്. ഇത് സംബന്ധിച്ച പോലീസ് വിശദീകരണത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്.
കൈരളി ടിവിയെ അറിയിച്ചിട്ടാണോ പോലീസ് റെയ്ഡിനെത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അഴിമതിയുടെ പണപ്പെട്ടിരിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ്. ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ടത് ഭരണത്തിന്റെ അവസാന കാലമായി എന്നാണെന്നും സതീശൻ പറഞ്ഞു. പരിശോധനയ്ക്ക് സാക്ഷികൾ ഉണ്ടായിരുന്നോ എന്നും സതീശൻ ചോദിച്ചു. ഷാനിമോൾ ഉസ്മാൻ തിരിച്ചറിയൽ കാർഡ് ചോദിച്ചപ്പോൾ പോലീസ് നൽകിയില്ല. പാതിരാ നാടകം അരങ്ങിൽ എത്തും മുമ്പ് തന്നെ പൊളിഞ്ഞു. MB രാജേഷും CPM നേതാവായ ഭാര്യ സഹോദരനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ ഒത്താശയോടെ ചെയ്ത കാര്യമാണിത്. വാളയാർ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചയാളും ഇന്നലെയുണ്ടായിരുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. സ്ത്രീകളെ അപമാനിച്ചത് പൊറുക്കില്ല. മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആളുകളെ കൂട്ടി പോലീസ് റെയ്ഡ് കോൺഗ്രസ് അട്ടിമറിച്ചുവെന്നും അങ്ങേയറ്റം ദുരൂഹം സംശയാസ്പദമാണെന്ന് മന്ത്രി MB രാജേഷ്. ആളുകളെ കൂട്ടി പോലീസ് റെയ്ഡ് കോൺഗ്രസ് അട്ടിമറിച്ചുവെന്നും അങ്ങേയറ്റം ദുരൂഹവും സംശയാസ്പദവുമാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മുറിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്റെ വാഹനം പോലും പരിശോധിച്ചിട്ടുണ്ട്. എന്തിനാണ് പരിശോധനയെ ഇത്ര വലിയ പുകിലായി കാണുന്നത്? അത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയായിട്ടും വസ്തുതകൾ വക്രീകരിക്കാനുള്ള ശ്രമമാണ് കാണുന്നത്. 2 വനിതാ നേതാക്കളുടെ മുറിയിൽ മാത്രമല്ല പോലീസ് പരിശോധിച്ചത്. വിശദമായ പരിശോധന നടത്തിയെന്നാണ് TV രാജേഷ് പറഞ്ഞത്. 2 നേതാക്കളുടെ മുറിയിൽ മാത്രമല്ല പരിശോധന നടത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മുറിയിലാണ് പോലീസ് പരിശോധന നടത്തിയത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരുന്നു. വനിതാ പോലീസ് എത്തിയ ശേഷമാണ് പരിശോധന നടത്തിയതെന്നും കാര്യങ്ങൾ വളച്ചൊടിക്കരുതെന്നും MB രാജേഷ് പറഞ്ഞു. പാലക്കാട് പ്രതിരോധത്തിലായ UDF പിടിച്ചുകയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്നലെ അവിടെ കണ്ടത്. വനിതാ പോലീസ് എത്തിയാലേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നത് പറയുന്നത് ന്യായം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായ പണമൊഴുക്കിയ വാർത്ത ഇപ്പോൾ പുറത്തുവന്നത്. ഇങ്ങനെയാണ് പോലീസ് പരിശോധനയെ നേരിടേണ്ടത്. ഇത്തരമൊരു കോലാഹലമുണ്ടാക്കിയത് ദുരൂഹമാണ്, അങ്ങേയറ്റം സംശയാസ്പദമാണ്. എന്തിനാണ് ഇത്രയധികം ആളുകളെ കൂട്ടിയത്? ആളുകളെ കൂട്ടി പരിശോധന അട്ടിമറിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നും MB രാജേഷ് ആരോപിച്ചു. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കിടെ ബോധപൂർവം നാടകം കളിക്കുകയായിരുന്നെന്ന് TV രാജേഷ്. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കിടെ ബോധപൂർവം നാടകം കളിക്കുകയായിരുന്നു എന്ന് ആരോപിച്ച് അതേ ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം TV രാജേഷ്. തന്റെ മുറിയിലാണ് ആദ്യം പരിശോധന നടത്തിയതെന്നും അപ്പോൾ ആരെയും കണ്ടില്ലെന്നും പറഞ്ഞ അദ്ദേഹം പിന്നീട് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരെയും വിളിച്ചുവരുത്തി സീനുണ്ടാക്കിയെന്നും അതിന്റെ മറവിൽ എന്തെങ്കിലും നടന്നോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രി 11:30ഓടെയാണ് തന്റെ മുറിയിൽ പോലീസുകാർ എത്തിയത്. മുറി പരിശോധിക്കണമെന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ചില വിവരങ്ങളുണ്ടെന്ന് പറഞ്ഞു. പരിശോധിക്കാൻ അനുവദിച്ചു. അത് പൂർത്തിയാക്കി പോലീസുകാർ പുറത്തിറങ്ങി. വാതിൽ അടക്കാൻ നോക്കിയപ്പോൾ വേറെ ആരും അപ്പോൾ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായ പരിശോധനയാണെന്നാണ് കരുതിയത്. തന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ താൻ ആരെയും വിളിച്ചില്ല. എന്നാൽ പിന്നീട് മറ്റു മുറികളിൽ പരിശോധന നടത്തിയപ്പോൾ പോലീസിനെ തടയുകയും നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയുമൊക്കെ വിളിച്ചു വരുത്തുകയും നാടകം കളിക്കുകയും ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് തന്റെ തോന്നലെന്നും TV രാജേഷ് പറഞ്ഞു. ആദ്യം പരിശോധിച്ച മുറി തന്റേതാണ്. ഇവിടെ ഒരു സീനുണ്ടാക്കി. അതിന്റെ മറവിൽ മറ്റു വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നും മറച്ചുവെക്കാനോ ഒളിച്ചുവെക്കാനോ ഇല്ലെങ്കിൽ പോലീസിനെ തടഞ്ഞ് അവിടെ എന്തിനാണ് ഒരു സീനുണ്ടാക്കുന്നതെന്നും TV രാജേഷ്. അതേസമയം ഈ റെയ്ഡിൽ CPMന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് അക്കാര്യം തനിക്ക് അറിയില്ലെന്നും അത് പോലീസാണ് വ്യക്തമാക്കേണ്ടതെന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. CPM പരാതി കൊടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല. തെരഞ്ഞെടുപ്പുകളിൽ പോലീസ് പരിശോധന സാധാരണമാണ്. എന്നാൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആദ്യം വാതിൽ തുറന്നില്ല. പിന്നീട് എല്ലാവരെയും വിളിച്ചു വരുത്തി നാടകം കളിച്ചു. ഒളിക്കാനും മറക്കാനും ഒന്നും അധിക സമയം വേണ്ടല്ലോ എന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സീൻ ഉണ്ടാക്കിയതെന്നും TV രാജേഷ് ചോദിച്ചു. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഇന്നലെ രാത്രി പോലീസ് എത്തിയത് CPM നിർദ്ദേശപ്രകാരമാണെന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ച ഹോട്ടലിൽ ഇന്നലെ രാത്രി പോലീസ് എത്തിയത് CPM നിർദ്ദേശപ്രകാരമെന്ന് ഷാഫി പറമ്പിൽ. BJPക്കാർ അവർക്കൊപ്പം സംഘനൃത്തം കളിക്കാൻ വന്നു.
ഒന്നും കിട്ടിയില്ലെന്ന് സർട്ടിഫിക്കറ്റ് തരുന്നതിൽ പോലും ബഹളമായിരുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയണം. പോലീസ് കള്ളം പറഞ്ഞു, വ്യാജരേഖയുണ്ടാക്കി. 2:40 ശേഷം വന്ന RDOയും ADMും തങ്ങളും പരിശോധനയിൽ ഭാഗമായെന്ന് ഒപ്പിട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതിയില്ലെന്ന് ASP പറഞ്ഞു. എന്നാൽ തിരച്ചിൽ നടത്തിയ പോലീസുകാർ രഹസ്യവിവരം കിട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ASP എല്ലാ മുറികളും പരിശോധിച്ചെന്ന് പറഞ്ഞപ്പോൾ സെർച്ച് നടത്തിയ പോലീസുകാർ കോൺഗ്രസുകാരുടെ മുറികൾ മാത്രം പരിശോധിച്ചെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റിൽ 2 റൂമിൽ പരിശോധനയിലും ഒന്നും കിട്ടിയില്ലെന്നാണ് എഴുതി തന്നത്. അതുപോലും വ്യക്തമായി എഴുതി തന്നില്ല. കേരളത്തിലെ പോലീസ് കള്ളന്മാരെക്കാൾ മോശപ്പെട്ടതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കള്ളന്മാർ ഇത്രയും മോശം പണിയെടുക്കില്ല. 12:02 വാതിലിൽ മുട്ടി തുടങ്ങിയ പരിശോധന. RDO എത്തിയത് 2:40. അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാതെയാണ് പോലീസ് എത്തിയത്. രാത്രി 12 മണിക്ക് മുറിയിൽ മുട്ടുന്നവരോട് ആരാണെന്ന് ചോദിക്കാതെ കയറിയിരിക്കാൻ പറയാൻ പറ്റുമോ? ID കാർഡ് ചോദിച്ചത് തെറ്റാണോ എന്നു ഷാഫി ചോദിച്ചു. TV രാജേഷിന്റെയും വിജിൻ MLAയുടെയും റൂമുകളിൽ പരിശോധന നടന്നെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളുടെ റൂമുകളിൽ പരിശോധന നടന്നത് മാത്രം വാർത്തയായത്? ആസൂത്രിതമായി നടത്തിയ പരിശോധനയാണ്. AA റഹീം MP കള്ളം പറയൽ അലങ്കാരമായി കൊണ്ടു നടക്കരുത്. രാത്രി 12 മണിക്ക് ഭർത്താവുണ്ടെങ്കിലും ബിന്ദു കൃഷ്ണയുടെ ബാഗിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പുരുഷ പോലീസുകാർ പരിശോധിച്ചതിന്റെ ഗൗരവം മനസ്സിലാക്കണം. യാതൊരു പ്രോട്ടോകോളും പോലീസ് പാലിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിനായി കള്ളപ്പണം എത്തിയെന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസിനായി കള്ളപ്പണം എത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോലീസ് എത്തും മുമ്പ് ഒളിപ്പിച്ചു. കള്ളപ്പണം എത്തിച്ചതിന്റെ വിവരം CPMനും പോലീസിനുമുണ്ട്. അധികം വൈകാതെ എല്ലാ വിവരവും പുറത്തുവരും. ഹോട്ടലിലെ പരിശോധനയിൽ അത്ഭുതമില്ലെന്നും എല്ലാ വിവരവും പോലീസിനും കിട്ടിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട്ടെ മുൻ MLAയും ഇപ്പോഴത്തെ MPയുമായ ആൾക്ക് BJPക്ക് പണം എത്തിക്കുന്ന ടീം തന്നെ 4 കോടി കൊടുത്തുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. ആ സാഹചര്യത്തിൽ കള്ളപ്പണം എവിടെ, എങ്ങനെയൊക്കെ, ആരൊക്കെ വിതരണം ചെയ്യുന്നുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന്റെ ഭാഗമായി ചില വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശോധന നടത്തിയത്. സാധ്യതയുള്ള എല്ലായിടങ്ങളും പരിശോധിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ പാലക്കാട്ടെ ഹോട്ടലിലും പരിശോധന നടന്നത്. മന്ത്രി MB രാജേഷിന്റെയും നികേഷ് കുമാറിന്റെയും മുറികൾ പരിശോധിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലും പരിശോധന നടന്നത്. എന്തോ മറച്ചുവെക്കാനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പരിശോധനയെ തടഞ്ഞതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. വനിതാ നേതാക്കളുടെ മുറിയിലെ പരിശോധനയ്ക്ക് വനിതാ പോലീസും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ കൈവശം കള്ളപ്പണം ഉണ്ടായിരുന്നു. വരും മണിക്കൂറിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരും. എവിടേക്ക് മാറ്റിയെന്നെല്ലാം പുറത്തേക്ക് വരേണ്ടതാണ്. പോലീസ് പരിശോധിക്കട്ടെ. കള്ളപ്പണം എത്തിയതിന്റെ എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. ഇനിയെല്ലാം പുറത്തേക്ക് വരും. കള്ളപ്പണം അവർ മാറ്റിയതാണ്. കള്ളപ്പണം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് കോൺഗ്രസുകാർക്കും BJPക്കും നല്ല പരിചയമുണ്ട്. അത് പാലക്കാട് പ്രയോഗിക്കാനാണ് ശ്രമിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളപ്പണം ഉപയോഗിക്കുമെന്ന് K സുരേന്ദ്രൻ. ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളപ്പണം ഉപയോഗിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം പാലക്കാട്ടെ ഹോട്ടലിലെ എല്ലാ മുറികളിലും പരിശോധന നടത്താതിരുന്നതിൽ UDFനെ കുറ്റപ്പെടുത്തി.
പണം എത്തിച്ചത് കണ്ട ദൃക്സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ലെന്നും നടപടി സംശയാസ്പദമാണെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. CPM-ഉം BJP-യും എന്തിന് ഗൂഢാലോചന നടത്തണമെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസ് അന്വേഷണം നടത്തിയത് ഉചിതമായ രീതിയിലല്ല. വനിതാ പോലീസിനെ വിന്യസിക്കാൻ തയ്യാറായില്ല. 40 മുറികളിൽ 12 മുറികളിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. ബാക്കി മുറികളിൽ പരിശോധന നടത്താൻ UDF നേതാക്കൾ അനുവദിച്ചില്ല. പോലീസ് സേനയെ വിന്യസിച്ച് പരിശോധന നടത്തിയില്ല. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതി പണം ഇറക്കി എന്നാണ് മൊഴി. എന്നാൽ ദൃക്സാക്ഷികളുടെ മൊഴിയെടുത്തില്ല. കള്ളപ്പണം സുരക്ഷിതമായി മറ്റൊരു മുറിയിൽ സൂക്ഷിക്കാൻ അവസരമൊരുക്കിയത് പോലീസാണ്. പോലീസിന്റെ പെരുമാറ്റം കൃത്യമായ നാടകം. CCTV പരിശോധിച്ച് വിവരമെടുക്കാൻ പോലീസിന് സാധിക്കാത്തത് ആണോയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട് എത്തിയതിൽ താൻ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഹോട്ടലിൽ പോലീസ് നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാലക്കാട് ഹോട്ടലിൽ പോലീസ് നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. പോലീസിന്റെ പരിശോധന തടയുന്ന രീതി ശരിയല്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പോലീസിന്റെ പരിശോധന തടഞ്ഞത് ഒളിച്ചുവെക്കാനുള്ളതുകൊണ്ടാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. പരിശോധനയെ സംശയിക്കുന്നത് തെറ്റ് ചെയ്തവരാണെന്ന് TP രാമകൃഷ്ണൻ. സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധികൃത പണം ഒഴുക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പരിശോധനയെ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ നടപടികളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി നിയമവിരുദ്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തണമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് പോലീസ് പരിശോധന ആസൂത്രിതമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് പോലീസ് പരിശോധന ആസൂത്രിതമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIM-ന്റെ പരാജയ ഭീതിയാണ് ഇതിന് കാരണമെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പരാമർശവും രാഹുൽ തള്ളി. അദ്ദേഹം പോലീസിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ കൊടുക്കുകയാണ്. ചിലരുടെ കമന്റ് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. മുൻ MLA എന്തിനാണ് രാത്രി വാതിൽ തുറന്നു കൊടുക്കേണ്ടത്? KK ശൈലജയുടെ മുറിയിൽ പോലീസുകാർ ഇത്തരത്തിൽ കയറിയാൽ CPIM പോലീസ് സ്റ്റേഷൻ കത്തിക്കില്ലേ? എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും പാലക്കാട്ടെ ജനങ്ങൾ 20-ാം തീയതി ഇതിനെതിരെ പ്രതികരിക്കുമെന്നും രാഹുൽ മറുപടി നൽകി. രാഷ്ട്രീയ നേതാക്കൾ താമസിച്ചിരുന്ന മുറികളിൽ അർദ്ധരാത്രി ഉണ്ടായ പോലീസ് പരിശോധനയിൽ രൂക്ഷ വിമർശനവുമായി K സുധാകരൻ. രാഷ്ട്രീയ നേതാക്കൾ താമസിച്ചിരുന്ന മുറികളിൽ അർദ്ധരാത്രിയിലുണ്ടായ പോലീസ് പരിശോധനയിൽ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. മ്ലേച്ഛമായ സംഭവമാണെന്നും ഇങ്ങനെ പോലീസുകാരെ അഴിച്ചുവിടുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് നടന്നത് പോലീസ് അതിക്രമം. പോലീസിനെ കയറൂരി വിടുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കും. ആണത്തമില്ലാത്ത തെമ്മാടിത്തരമാണ് പോലീസ് നടത്തിയതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. പാലക്കാട്ടേക്ക് തിരിക്കുമെന്നും തുടർ പ്രതിഷേധ പരിപാടികൾ നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. ആസൂത്രിതമായ സംഭവമായിരുന്നു ഇതെന്നും സുധാകരൻ ആരോപിച്ചു. വനിതാ പ്രവർത്തകരെ കരുതിക്കൂട്ടി അപമാനിക്കാൻ ശ്രമിച്ചു. എന്തടിസ്ഥാനത്തിലാണ് അവർ കയറാനുള്ള ധൈര്യം കാണിച്ചത്? മുറിക്കകത്ത് പോലീസുകാരെ പൂട്ടിയിടണമായിരുന്നുവെന്നും ഈ മ്ലേച്ഛമായ സംഭവത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം തുടരുമെന്നും സുധാകരൻ പറഞ്ഞു. അന്തസ്സും ആണത്തമില്ലാത്ത തെമ്മാടിത്തരമാണ് പോലീസ് കാണിച്ചതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. അനധികൃത ഇടപാടില്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നതെന്ന TP രാമകൃഷ്ണന്റെ ചോദ്യത്തിന് അധിക്ഷേപ രൂപത്തിലായിരുന്നു മറുപടി. നേതാക്കന്മാരായാൽ ബുദ്ധിയും വിവരവും ചിന്തിക്കാൻ കഴിവും വേണം. അതൊന്നുമില്ലാത്ത മരമണ്ടൻ പോലത്തെ രാമകൃഷ്ണൻ വായിൽ തോന്നിയത് സംസാരിക്കുന്നതല്ല രാഷ്ട്രീയമെന്നും സുധാകരൻ മറുപടി നൽകി. ഒരിടവേള. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു വന്ന വഴികൾ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിലൂടെയാകാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ ഉള്ളിടത്തിലേക്ക് എത്തിയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പൂർവികർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചവരാകാം. സ്വയം ജീവിതം കരുപിടിപ്പിച്ചവരാകാം. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തവർ മനസ്സ് തുറക്കുന്ന പിന്നിട്ട വഴികൾ ഇനി മുതൽ സ്ത്രീ-പുരുഷ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പിന്നിട്ട വഴികൾ തുറന്നു പറയാം. ഞങ്ങളുടെ ക്യാമറകൾ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ അർദ്ധരാത്രിയിലുണ്ടായ പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന്
ഷാനിമോൾ ഉസ്മാൻ. കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ അർദ്ധരാത്രിയിലുണ്ടായ പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ. CPIM അറിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിയെന്നും സ്ത്രീകൾക്ക് നേരെയുണ്ടായ വലിയ അതിക്രമമാണ് നടന്നതെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. എന്താണ് രാത്രി ഉണ്ടായതെന്നും ഷാനിമോൾ വിശദീകരിക്കുന്നുണ്ട്. 10:45 ഞാൻ കിടന്നിരുന്നു. രാത്രി 12 മണിയാകുമ്പോഴാണ് കഥയിൽ ഒരു മുട്ടലും തട്ടലും ബെല്ലടിക്കലുമൊക്കെ കേൾക്കുന്നത്. വാതിലിലൂടെ നോക്കിയപ്പോൾ 4 പോലീസുകാരെയാണ് കണ്ടത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ രാത്രി കതക് തുറക്കണമെന്ന ആവശ്യത്തെ ഞാൻ ചോദ്യം ചെയ്തു. പുറത്ത് ഭയങ്കര ബഹളമായിരുന്നുവെന്നും ഷാനിമോൾ പറയുന്നുണ്ട്. ശേഷം പോലീസ് ബിന്ദുവിന്റെ മുറിയിൽ പോയി. ID കാർഡ് ചോദിച്ചപ്പോൾ കാണിച്ചില്ലെന്നും ഷാനിമോൾ ആരോപിക്കുന്നു. യൂണിഫോം ഇടാത്തവരടക്കം ഉണ്ടായിരുന്നുവെന്നും നിയമപരമായി തെറ്റാണെന്ന് പറഞ്ഞിട്ടും വനിതാ പോലീസ് പരിശോധന നടത്തിയെന്നും മുഴുവൻ റൂമും ഇളക്കിമറിച്ചെന്നും ഷാനിമോൾ പറയുന്നു. ലൈംഗികാരോപണ കേസിൽ നടൻ നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ്. ലൈംഗികാരോപണ കേസിൽ നടൻ നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ്. കേസിലെ 6ാം പ്രതിയായിരുന്ന നിവിൻ പോളിയെ പ്രതിസ്ഥാനത്ത് നിന്ന് പോലീസ് ഒഴിവാക്കി. കോതമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് നൽകിയത്. കൃത്യം നടന്നു എന്ന് ആരോപിക്കുന്ന സമയത്ത് നിവിൻ പോളി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തി. പരാതിക്കാരി ഉന്നയിച്ച ആരോപണത്തിൽ ഇതോടെ കഴമ്പില്ലെന്നും കണ്ടെത്തി. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായിരുന്നു യുവതിയുടെ പരാതി. എറണാകുളം ഊന്നുകൽ പോലീസാണ് നിവിൻ പോളിയും മറ്റ് 6 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ 6ാം പ്രതിയായിരുന്നു നിവിൻ. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. 63 വയസ്സുകാരനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി 2.5 കോടിയോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവിനെയും യുവതിയെയും പോലീസ് പിടികൂടി. 63 വയസ്സുകാരനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി 2.5 കോടിയോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവിനെയും യുവതിയെയും പോലീസ് പിടികൂടി. കൊല്ലം അഞ്ചലമൂട് സ്വദേശികളായ സോജൻ, ഷെമി എന്നിവരാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. തട്ടിപ്പിനിടയായി പണം നഷ്ടമായ തൃശൂർ പൂങ്കുന്നം സ്വദേശി പരാതിയുമായി പോലീസിനെ സമീപിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പാണ് യുവതി 63 വയസ്സുകാരനുമായി സോഷ്യൽ മീഡിയയിലൂടെ പരിചയത്തിലായത്. അവിവാഹിതയായ യുവതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബന്ധം സ്ഥാപിച്ചു. ബന്ധം ശക്തമായതോടെ പിന്നീട് പലതവണയായി ഇയാളിൽ നിന്ന് യുവതി പണം വാങ്ങി. കുറെ നാൾ കഴിഞ്ഞ് പണം കിട്ടാതായതോടെ പിന്നീട് ഭീഷണിയായി. ഇത് സഹിക്കാനാവാതെ വന്നപ്പോഴാണ് 63കാരൻ പരാതിയുമായി തൃശൂർ വെസ്റ്റ് പോലീസിനെ സമീപിച്ചത്. തൃശൂർ സിറ്റി SP-യുടെ പ്രത്യേക സ്ക്വാഡും വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംയുക്തമായാണ് യുവതിക്കായി അന്വേഷണം നടത്തിയത്. ഒടുവിൽ കൊല്ലം അഞ്ചാലുമൂട്ടിലെ വീട്ടിലെത്തി ഇരുവരെയും പിടികൂടുകയായിരുന്നു. 63കാരനിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ വാങ്ങിയെടുത്ത പണം കൊണ്ട് ഇവർ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 60 പവനിലധികം സ്വർണ്ണാഭരണങ്ങളും 3 ആഡംബര കാറുകളും 1 ജീപ്പും 1 ബൈക്കും ഹണി ട്രാപ്പിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഇവർ വാങ്ങി. ഇവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. വേറെയും തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18, 19, 20, 21 തീയതികളിൽ മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18, 19, 20, 21 തീയതികളിൽ മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. NSS സ്കൂൾ, DVLP സ്കൂൾ, പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനം എന്നിവിടങ്ങളിലായി 10 വേദികളിൽ 100-ൽ പരം സ്കൂളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. ആയതിന്റെ ലോഗോ സ്കൂളിൽ വെച്ച് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി ചെയർമാൻ കവിത കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ GP ശ്രേയസ് സ്വാഗതവും AEO ഷീജ കുനിയിൽ നന്ദിയും പറഞ്ഞു. പ്രധാന അധ്യാപിക K ഗിരിജ, V സരസ്വതി ടീച്ചർ, MR അനൂപ് കിഷോർ, രമണി പ്രേമദാസൻ, രാജു മാരാത്ത്, K ചന്ദ്രദാസ്, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, അക്കാദമിക് കൗൺസിൽ മെമ്പർമാർ, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാർത്തകൾ വിശദമായി. PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു.
ശബരിമല ഇരുമുടിക്കെട്ടിൽ ചന്ദനത്തിരി, കർപ്പൂരം, പന്നീർ എന്നിവ ഒഴിവാക്കണമെന്ന ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം സ്വാഗതം ചെയ്ത അയ്യപ്പ ഭക്തർ. ഇന്നേ വരെ ഉണ്ടാകാത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പാലക്കാട്ട് പാതിര റെയ്ഡ് നാടകമെന്ന് VD സതീശൻ. ആളുകളെ കൂട്ടി പോലീസ് റെയ്ഡ് കോൺഗ്രസ് അട്ടിമറിച്ചുവെന്നും അങ്ങേയറ്റം ദുരൂഹം, സംശയാസ്പദമാണെന്ന് മന്ത്രി MV രാജേഷ്. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കിടെ ബോധപൂർവം നാടകം കളിക്കുകയായിരുന്നെന്ന് TV രാജേഷ്. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഇന്നലെ രാത്രി പോലീസ് എത്തിയത് CPM നിർദ്ദേശപ്രകാരമാണെന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസിനായി കള്ളപ്പണം എത്തിയെന്ന് MV ഗോവിന്ദൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.